ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി കോടതിയെ സമീപിക്കുമെന്ന റാപ്പർ വേടൻ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾക്ക് വേണ്ടി വിദേശത്ത് പോകേണ്ടതുണ്ട്. പാസ്പോർട്ട് ലഭ്യമാക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുമെന്നും വേടൻ പറഞ്ഞു. തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള RSS ആക്രമണം തുടരുന്നുവെന്നും വേടൻ. മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഷോസ് ഒക്കെ ഉണ്ട് നമുക്ക് കാനഡയിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മജിസ്ട്രേറ്റ് നേരിട്ട് വക്കീൽ വഴി സംസാരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. തീരുമാനമുണ്ട്. അത് വക്കീൽ വഴി നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശ്നങ്ങളാണുള്ളത്. അത് കാര്യമായിട്ട് എടുക്കുന്നില്ല ഞാൻ. അത് ഇനിയും വരാനുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെയാണ് വേടൻ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ഉന്മേഷ, ഈ പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ട് ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി എല്ലാ ആഴ്ച, പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ കോടനാട് റേഞ്ച് ഓഫീസിൽ വന്ന വേടൻ ഒപ്പിടേണ്ടതുണ്ട്. ഇന്ന് അതിന്റെ ഭാഗമായാണ് അദ്ദേഹം എത്തിയത്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ട് ജാമ്യവ്യവസ്ഥയിൽ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. ആ പാസ്പോർട്ട് തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് വേടൻ പറഞ്ഞു. പ്രത്യേകിച്ച് വിദേശത്തടക്കം നിരവധി പരിപാടികളുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികളാണ്. കേസിന്റെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെക്കാനാവില്ല. അതുകൊണ്ടാണ് പാസ്പോർട്ട് ഉടൻ ലഭ്യമാണെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോകുന്നത്. മറ്റൊന്ന് ഈ RSSുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളെ, പ്രത്യേകിച്ച് ഈ കേസിന്റെ ഒരു പശ്ചാത്തലത്തിൽ വേടനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും ഒക്കെ RSS ഹാൻഡിലുകളിൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേടൻ പ്രതികരിച്ചാണ്. ഇന്നും അത്തരത്തിലൊരു പ്രതികരണം വേടന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതായത് ഈ സൈബർ ഇടങ്ങളിലെ പ്രതികരണം അതിരൂക്ഷമായി വരുന്നുണ്ട്. പക്ഷേ താൻ അതിനെ കാര്യമാക്കുന്നില്ല. ആ പ്രതികരണം കുറച്ചുനാൾ കൂടി തുടരും. അതവർക്ക് മടുക്കുമ്പോൾ അവർ നിർത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ഈ വിഷയത്തിൽ വേടന് ലഭ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടത് ഹാൻഡിലുകളിൽ നിന്ന് ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നുള്ള MP തന്നെ ഈ വേടനെ പിന്തുണ അറിയിച്ച് അദ്ദേഹത്തെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. RSS ഹാൻഡിലിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള വർഗീയമായ പരാമർശങ്ങൾ തന്നെ ബാധിക്കുന്നില്ല. തൻ്റെ എഴുത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് വേടൻ ഇന്ന് പ്രതികരിച്ചത്. ഉന്മേഷം.